ഹായ് മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എക്സാമിൻ്റെ കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ എക്സാം അടുത്ത് വരികയാണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്പീഡായാലും സെക്കൻഡ് പേപ്പറായാലും നല്ലവണ്ണം അടിച്ച് കൊടുക്കണം. നമുക്ക് പേടിക്കാനൊന്നുമില്ല. പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടെന്ന് വിചാരിച്ചിട്ട് കയ്യൊന്നും വിറയ്ക്കേണ്ട കാര്യമില്ല. നല്ലവണ്ണം അടിച്ചു കൊടുക്കുക. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലിരുന്ന് പഠിക്കുന്നോ അതുപോലെ തന്നെയാണ്. നമുക്ക് പഠിച്ചിട്ട് പോയാൽ ഒന്നും പേടിക്കാനില്ല. 10 മിനിറ്റിൽ സ്പീഡ് അടിച്ചു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് പേപ്പറുമാണ്. രാവിലത്തെ ബാച്ച്, വൈകുന്നേരം 3 ബാച്ചുണ്ടല്ലോ. ഒരു ദിവസം 3 ബാച്ചുണ്ട്. അപ്പോൾ അത് ഏത് ബാച്ചിലാണോ ഇരുന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൊണ്ടും പേടിക്കേണ്ട. നല്ല ധൈര്യമായിട്ടിരുന്ന് പരീക്ഷ എഴുതാം. ഓക്കെ. പിന്നെ നമുക്കൊരു പരീക്ഷ എഴുതാനായിട്ട് അവിടെ നിന്ന് 4 വശവും വരയിട്ട പേപ്പറാണ് തരുന്നത്. അപ്പോൾ ആ വരയ്ക്ക് ഇപ്പുറവും മാർജിൻ പിടിച്ച് വെച്ചിട്ട് വരയ്ക്ക് ഇതുപോലെ ഇരിക്കുന്ന പേപ്പറാണ്. അതുപോലെ വരയിട്ടിട്ടുണ്ട്. വരയ്ക്ക് ഇപ്പുറത്തോട്ടും വരയ്ക്ക് അപ്പുറത്തോട്ടും സ്പീഡ് അടിക്കാൻ പാടില്ല. ഒരക്ഷരങ്ങളും വരയ്ക്കപ്പുറം വരരുത്. ഈ വരയ്ക്ക് ഇപ്പുറം ഒരക്ഷരങ്ങളും വരാൻ പാടില്ല. ഇത് കൂടി ഇങ്ങോട്ട് ആയിരിക്കും കേട്ടോ. ഇത് വേറൊരു പേപ്പറാണ്. അപ്പോൾ നല്ല ഇതായിട്ട് അടിക്കണം. ഇത് അതിൻ്റെ ഒരു പേപ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശം മാത്രമേ ടൈപ്പ് ചെയ്യാവൂ. മറുവശത്ത് ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഒരു വശത്ത് മാത്രം ചെയ്യണം. പേപ്പർ ആവശ്യമുള്ള പേപ്പർ തരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ പേപ്പർ അറിയാമല്ലോ, 2 പേജുള്ള പേപ്പറായിരിക്കും. അതിൽ നമുക്ക് കൈവച്ച് എഴുതാനായിട്ട് KGT കൊമേഴ്സ് ഗ്രൂപ്പ് മെയ് 2024 എന്നെഴുതണം. പിന്നെ അതിലൊരു വിഷയമുണ്ട്. വിഷയം ഏതാണോ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമാണെങ്കിൽ മലയാളം. അങ്ങനെ പേന വെച്ച് എഴുതി കൊടുക്കാം. പിന്നെ രജിസ്റ്റർ നമ്പർ അത് മറക്കാതെ നല്ല ശ്രദ്ധയോടുകൂടി രജിസ്റ്റർ നമ്പർ എഴുതണം. തെറ്റിക്കാതെ. ആ ഒരു പേപ്പർ മാത്രമേ തരുള്ളൂ. പിന്നീട് തെറ്റിച്ചാൽ വേറെ പേപ്പർ തരില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേഡ്സിലും എഴുതണം. അതിലും അക്ഷരത്തിലും എഴുതണം. രജിസ്റ്റർ നമ്പർ താഴെ അറ്റത്തായിട്ട് അങ്ങനെ എഴുതണം. പിന്നെ അതിൻ്റെ തിരിച്ച് രണ്ടാമത്തെ പേപ്പറിൻ്റെ ഫസ്റ്റ് ആണ് അടിക്കേണ്ടത്, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. രജിസ്റ്റർ നമ്പർ അവിടെയും രജിസ്റ്റർ നമ്പർ. പിന്നെ അതിൻ്റെ ഒരു വശത്ത് മാത്രം അല്ലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമതൊരു പേപ്പർ തരും. ആ പേപ്പർ അഡീഷണൽ പേപ്പർ തരും. അഡീഷണൽ പേപ്പറിൽ ആദ്യമേ രജിസ്റ്റർ നമ്പർ അടിച്ച് വയ്ക്കണം. അടിച്ച് വെച്ചതിന് ശേഷമേ ഈ ഫസ്റ്റ് പേപ്പർ എടുത്ത് മെഷീനിൽ വയ്ക്കാവുള്ളൂ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ മാർജിൻ അറിയാമല്ലോ. മാർജിൻ, ഒരു പേപ്പറിൻ്റെ മാർജിൻ എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ 10 ഡിഗ്രിയും വയ്ക്കണം, റൈറ്റിൽ 5 ഡിഗ്രിയും. അത് മാർജിൻ ഇങ്ങനെ ഇവിടെ കറക്റ്റ് പിടിച്ച് വയ്ക്കണം. പിടിച്ച് വെച്ചതിന് ശേഷമേ തുടങ്ങാവുള്ളൂ. ഇത്രയും വ്യത്യാസം വരാം. കണ്ടോ, ഇത്രയും വെച്ച് അടിക്കാം. ഒരു വരയ്ക്ക് ഇപ്പുറം വെച്ച് അടിക്കണം, വരയ്ക്ക് ഇപ്പുറം. അത് മനസ്സിലായാലും. പിന്നെ ലൈൻ സ്പേസ് എന്ന് പറയുന്നത് 2 ലൈൻ 2 സ്പേസിൽ, ലൈൻ സ്പേസ് 2ൽ, 1.5-ലോ 1-ലോ ഇടരുത്. കണ്ടല്ലോ, ഇതേപോലെ 2 സ്പേസിലേ സ്പീഡ് അടിച്ച് കൊടുക്കാവുള്ളൂ. അതും മറക്കരുത്. ആ ലൈൻ സ്പേസ് ഇത് പിടിച്ച് വച്ചതിന് ശേഷം 2ൽ പിടിച്ച് വച്ചിട്ട് സ്പീഡ് അടിക്കാൻ തുടങ്ങാവൂ. പിന്നെ അതുപോലെ ഹാൾ ടിക്കറ്റ് എടുക്കുന്ന കാര്യവും, ഹാൾ ടിക്കറ്റ് മറക്കാതെ എടുത്ത് വയ്ക്കണം. അതിൻ്റെ നമ്പർ നേരത്തെ ഇപ്പോൾ കിട്ടി കാണുമല്ലോ എല്ലാവർക്കും, അല്ലേ? നമ്പരൊക്കെ അറിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ നമ്പരൊക്കെ ഒന്ന് നോക്കി വയ്ക്കണം. അടിച്ചു കൊടുക്കാനുള്ളതാണ്. ഒരു അക്ഷരം തെറ്റാതെ അടിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സാമിന് പോകുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹാൾ ടിക്കറ്റ് എടുത്ത് വയ്ക്കുന്നത് നേരത്തെ എടുത്ത് തയ്യാറാക്കി വയ്ക്കണം. അതില്ലാതെ ഹാളിൽ പരീക്ഷയ്ക്ക് ഇരുത്തില്ല. പിന്നെ വേണ്ടത് പേന, പെൻസില്, ഒരു സ്കെയില്, ഇതെല്ലാം കൊണ്ടുപോകണം. പിന്നെ റബ്ബർ കൊണ്ടുപോകാം. പക്ഷെ അത് ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ മായ്ക്കാനല്ല. ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ മായ്ച്ചുകൂടാ. അതെന്തെങ്കിലും അതിൽ ഒന്നും കൊണ്ടും തൊട്ടുകൂടാ. ടൈപ്പ് ചെയ്യുന്നത് തെറ്റായാലും ശരിയായാലും അങ്ങനെ പറ്റൂ. എറൈസർ കൊണ്ട് മായ്ക്കാൻ പറ്റില്ല. കാരണം എറൈസർ കൊണ്ടുപോകാൻ പറയുന്നത് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, പെൻസിൽ വെച്ച് വരയ്ക്കാനുള്ളത്, കോളങ്ങൾ വരയ്ക്കാനുള്ള ഉണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ
നമുക്ക് എറേസർ ഉപയോഗിച്ച് മായ്ച്ചിട്ട് വേറെ വരയ്ക്കാം എന്നതേ ഉള്ളൂ. അല്ലാതെ ടൈപ്പിൻ്റെ അക്ഷരങ്ങൾ ഒരിക്കലും എറേസർ വെച്ച് മായ്ക്കാൻ നോക്കരുത്. അതവിടെ മിസ്റ്റേക്കായേ വരുള്ളൂ. റിപ്പീറ്റ് ചെയ്തടിക്കുന്നത് അതെല്ലാം മിസ്റ്റേക്കാണ്. ഒരു മാർക്ക് കുറയ്ക്കുന്നതിന് ഒരു 2-3 മാർക്ക് കുറച്ചളയും റിപ്പീറ്റ് ചെയ്തടിച്ചാൽ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല നീറ്റായിട്ട് അടിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ പരീക്ഷ ഹാളിൽ ബുക്കോ മൊബൈലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാം വെളിയിൽ വയ്ക്കാനാണ്. പിന്നെ വാച്ച് കൊണ്ട് കയറാം. വാച്ച് വെച്ചിട്ട് വയ്ക്കാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെയാണ് പരീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ.